ഇപ്പോൾ തിരുവനന്തപുരം പാപ്പനംകോട് തീപിടുത്തമുണ്ടായ സ്ഥലത്ത് മന്ത്രി കെ രാജൻ സംസാരിക്കുകയാണ്. രണ്ടുപേരുണ്ടാകുമെന്നാണ് ഇപ്പോൾ കരുതുന്നത്. അവരാരൊക്കെയാണെന്നും എന്താണ് ഇതിന്റെ വിശദാംശങ്ങളെന്നും മനസ്സിലാക്കിയതിനു ശേഷമേ ആ കാര്യത്തിൽ പറയാനാകൂ. എന്തായാലും ഇത് സംബന്ധിച്ച് പ്രാഥമികമായ ഒരു അന്വേഷണം നടത്തും. അതിന്റെ അടിസ്ഥാനത്തിൽ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ തുടർന്നുള്ള കാര്യങ്ങൾ ആലോചിക്കും. അത് ഒന്നൊരു സ്ത്രീയാണെന്ന് പറഞ്ഞു, മറ്റൊന്ന് വ്യക്തമാകുന്നില്ല. ഇപ്പോ എന്തായാലും അന്വേഷിച്ച് ക്ലിയറായി പറയാം. അതിന് ഞാൻ വന്നു കയറി ഈ സ്ഥലം കണ്ടതേ ഉള്ളൂ. ബാക്കി കാര്യങ്ങൾ ബന്ധപ്പെട്ടവരോടൊന്ന് കൂടിയാലോചിക്കാം. എന്താണ് നാട്ടിലെ ജനങ്ങളോട് ഒന്ന് അന്വേഷിച്ച് എന്തായാലും കൃത്യമായ ഒരു എന്താണ് ഉണ്ടായത് എന്നുള്ളതിനെ സംബന്ധിച്ച് കൃത്യമായ ധാരണ നമുക്ക് കുറഞ്ഞ നേരത്തിനുള്ളിൽ ഉണ്ടാക്കാം. തിരുവനന്തപുരം പാപ്പനംകോട് ന്യൂ ഇന്ത്യ ഇൻഷുറൻസ് കമ്പനിയിലാണ് തീപിടുത്തമുണ്ടായത്. 2 പേർ മരിച്ചു എന്നുള്ള വിവരമാണ് ലഭിക്കുന്നത്. മരിച്ചതിൽ ഒരാൾ ഓഫീസിലെ ജീവനക്കാരിയാണ്. രണ്ടാമത്തെ ആളെ തിരിച്ചറിഞ്ഞിട്ടില്ല. എയർ കണ്ടീഷണർ പൊട്ടിത്തെറിച്ചാണ് അപകടമുണ്ടായതെന്ന് ഫയർഫോഴ്സ് നിഗമനം. സംഭവത്തിൽ ദുരൂഹത പോലീസ് സംശയിക്കുന്നുണ്ട്. അലക്സ് മുഹമ്മദ് ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി സംഭവ സ്ഥലത്ത് നിന്ന്. അലക്സ്, ഇപ്പോൾ പോലീസ് ഈ ദുരൂഹത സംശയിക്കാനിടയായ സാഹചര്യം എന്താണ്? അവിടെ നിന്ന് ലഭിക്കുന്ന മറ്റ് പുതിയ വിവരങ്ങൾ എന്തൊക്കെയാണ്? പ്രധാനപ്പെട്ട കാര്യം, ഉദ്യോഗസ്ഥരും ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരും ഒക്കെ ഇവിടെ വന്ന് പോയതിനു ശേഷം അവർ പറഞ്ഞത് ഒരു ബ്ലാസ്റ്റിന്റെ ശബ്ദം, ഒരു പൊട്ടിത്തെറിയുടെ ശബ്ദം കേട്ടിരുന്നു എന്നുള്ളതാണ്. പക്ഷേ നേമം പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസെടുത്തിട്ടുണ്ട്. പ്രധാനപ്പെട്ട കാര്യം ഒരു ദുരൂഹത പോലീസ് സംശയിക്കുന്നു എന്നുള്ളതാണ്. കാരണം നാട്ടുകാരിൽ ചിലരോട് പോലീസ് സംസാരിച്ചിട്ടുണ്ട്. അത് മാത്രമല്ല, മന്ത്രി അടക്കമുള്ളവർ നാട്ടുകാരിൽ ചിലരോട് സംസാരിച്ചിരുന്നു. അതിൽ ചിലർ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, രാവിലെ ഒരാൾ ഇവിടെ വന്നൊരു ബഹളം ഉണ്ടാക്കിയതായ ഒരു വിവരം അത്തരത്തിൽ അങ്ങനെ ലഭിക്കുന്നുണ്ട്. അത് സ്ഥിരീകരിച്ചിട്ടില്ല. അങ്ങനെ ഒരു വിവരം ലഭിക്കുന്നുണ്ട്. അങ്ങനെയെങ്കിൽ ഇവിടെ ഉണ്ടായിരുന്ന ഈ ജീവനക്കാരിക്ക് അറിയാമായിരുന്ന ആളാണോ എന്നുള്ളതാണ് ഒരു സംശയമുള്ളത്. ആ തരത്തിലുള്ള അന്വേഷണം പുരോഗമിക്കും എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. നിയമം പോലീസ് ഇതുമായി ബന്ധപ്പെട്ട് കേസെടുത്തിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ ഈ അപകടം എന്നുള്ളത് അതൊരുപക്ഷെ അത് മനുഷ്യനിർമ്മിതമാണോ എന്നുള്ളതാണ് പോലീസ് സംശയിക്കുന്നത്. അങ്ങനെയെങ്കിൽ അതിനെ ചുറ്റിപ്പറ്റിയുള്ള അന്വേഷണം നിയമ പോലീസ് നടത്തും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പോലീസിന്റെ ഉന്നത ഉദ്യോഗസ്ഥരടക്കം ഉള്ളവർ ഇവിടെയുണ്ട്. ജില്ലാ കളക്ടർ അനുകുമാരി അടക്കമുള്ളവരുണ്ട്. 2 മന്ത്രിമാർ, മന്ത്രി വി ശിവൻകുട്ടി, അദ്ദേഹമാണ് ഈ മണ്ഡലത്തെ പ്രതിനിധാനം ചെയ്യുന്നത്. ഒപ്പം റവന്യൂ മന്ത്രി കെ രാജൻ ഇവിടെ എത്തിയിട്ടുണ്ട്. കെ രാജൻ അല്പം മുമ്പ് ഈ സ്ഥലത്തെത്തി പരിശോധന നടത്തി. കത്തിയ ആ സ്ഥലത്ത് പരിശോധന നടത്തിയതിനു ശേഷമാണ് അദ്ദേഹം പറഞ്ഞത് 2 മരണങ്ങൾ സ്ഥിരീകരിക്കുന്നുണ്ട്. ഒന്ന് ഈ ന്യൂ ഇന്ത്യ ഇൻഷുറൻസ് ഓഫീസിലെ ജീവനക്കാരിയാണെന്ന് സ്ഥിരീകരിക്കുന്നുണ്ട്. മറ്റൊരാൾ ആരാണെന്ന് സ്ഥിരീകരിക്കേണ്ടതുണ്ട് എന്നാണ് മന്ത്രി പറയുന്നത്. അതുതന്നെയാണ് ജില്ലാ കളക്ടറും അതുപോലെ മന്ത്രി വി ശിവൻകുട്ടിയും വ്യക്തമാക്കുന്നത്. മറ്റൊരാൾ ആരാണ്, അത് പുരുഷനാണോ സ്ത്രീയാണോ എന്നുള്ള കാര്യം പരിശോധിക്കേണ്ടതുണ്ട്. മെഡിക്കൽ കോളേജിലാണ് ഇരുവരുടെ മൃതദേഹമുള്ളത്. അവിടെ ഇൻക്വസ്റ്റ് നടപടികളടക്കം പൂർത്തിയാക്കേണ്ടതുണ്ട്. ആ ഘട്ടത്തിലായിരിക്കും അത് സംബന്ധിച്ച വ്യക്തത ലഭിക്കുകയുള്ളൂ. നേരത്തെ സൂചിപ്പിച്ച ആ ദുരൂഹത, അത് ഒരു ദുരൂഹത സംശയിക്കുന്നുണ്ട്. അത് സംശയമാണ്. ആ ഘട്ടത്തിൽ അല്ലെങ്കിൽ അത് മുൻനിർത്തിയുള്ള പരിശോധന നടക്കുമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അങ്ങനെ നാട്ടുകാരിൽ ചിലർ പറഞ്ഞു എന്നുള്ളതാണ് പോലീസും അതുപോലെ മറ്റുള്ളവരും ഒക്കെ വ്യക്തമാക്കുന്നത്. അങ്ങനെയെങ്കിൽ ആ മൊഴി കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം കൂടി നടത്തും. അതിനുശേഷം മാത്രമായിരിക്കും ഇതുമായി ബന്ധപ്പെട്ട കാരണം എന്താണെന്ന് വ്യക്തമാകുകയുള്ളൂ. എന്താണെങ്കിലും ഈ സംഭവത്തെ സംബന്ധിച്ച് വിശദമായ അന്വേഷണം നടത്തുമെന്ന് മന്ത്രി വി ശിവൻകുട്ടിയും ഒപ്പം കളക്ടർ അനുകുമാരിയും വ്യക്തമാക്കിയിട്ടുണ്ട്. അതിന്റെ ഈ ചുരുളഴിക്കേണ്ടതുണ്ട് എന്നുള്ളത് തന്നെയാണ് അവർ വ്യക്തമാക്കുന്നത്. ഉദ്യോഗസ്ഥരോട് ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അവർ ചോദിച്ചറിഞ്ഞിട്ടുണ്ട്. KCB ഉദ്യോഗസ്ഥരോടും ഒപ്പം ഫയർഫോഴ്സിന്റെ മേലുദ്യോഗസ്ഥരോടും ഒക്കെ അവർ സംസാരിച്ചിട്ടുണ്ട്. വിശദമായ അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കാൻ മന്ത്രി കളക്ടറെ ചുമതലപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. എന്താണെങ്കിലും ഏതാണ്ട് 1:30 മണിയോടുകൂടിയാണ് ഈ അപകടം ഉണ്ടാകുന്നത്, ഈ തീപിടുത്തം ഉണ്ടാകുന്നത്. ഈ പ്രദേശത്തുണ്ടായിരുന്നവരും ഒപ്പം നാട്ടുകാരും ഒക്കെ ചേർന്നാണ് ഈ രക്ഷാപ്രവർത്തനം ആദ്യഘട്ടത്തിൽ ആരംഭിച്ചത്. നമ്മളോട് സംസാരിച്ച ഒരു ശ്രീജിത്ത് ഉണ്ടായിരുന്നു. അദ്ദേഹം ഇതിന്റെ ദൃക്സാക്ഷിയാണ്. ഈ അപകടം നടക്കുന്ന സമയത്ത് ആ ക്യാബിന്റെ, അതായത് ഈ പാപ്പനംകോട് ജംഗ്ഷനിൽ 2ാമത്തെ നിലയാണ്. ചെറിയ കടമുറികൾ പോലെയാണ്, ചെറിയ ക്യാബിനുകളാണ്. അത് 2ാമത്തെ നിലയിലാണ്. ചെറിയ പടിക്കെട്ട് കടന്നു വേണം മുകളിലേക്ക് ചെല്ലാൻ. ഇടുങ്ങിയ സ്ഥലമാണ്. ഒരാൾക്ക് അവിടെ നിന്ന് ഇറങ്ങി ഓടി വരിക പോലും പ്രയാസമുള്ള ഒരു സ്ഥലമാണത്. അവിടെ നിന്ന് വേണം ഒന്ന് മുകളിലേക്ക് കയറാൻ. അവിടെ ഫുൾ ഗ്ലാസ് നിറഞ്ഞൊരു ചേംബർ പോലെയായിരുന്നു, അല്ലെങ്കിൽ ഗ്ലാസ് നിറഞ്ഞൊരു ചില്ലുകൂട് പോലെയായിരുന്നു. ആ ഗ്ലാസ് പൊട്ടിത്തെറിക്കുന്ന ശബ്ദമാണ് ആദ്യഘട്ടത്തിൽ കണ്ടതെന്നാണ് നാട്ടുകാരും പ്രദേശവാസികളും പറയുന്നത്. തൊട്ടപ്പുറത്ത് നിന്ന് തീയും പുകയും ഉയരുകയായിരുന്നു. തുടർന്നാണ് നാട്ടുകാർ മുകളിലേക്ക് കയറി ഇതുമായി ബന്ധപ്പെട്ട ഈ തീ അണയ്ക്കുന്നതിന് വേണ്ടിയുള്ള ഒരു നേതൃത്വം നാട്ടുകാർ തന്നെ ഏറ്റെടുക്കുകയായിരുന്നു. അവർ തന്നെയാണ് വെള്ളം കോരി ഒഴിച്ച് ആദ്യഘട്ടത്തിൽ ഈ തീ കെടുത്തുന്നുള്ള ശ്രമം നടത്തിയത്. അപ്പോൾ അവർ 2 പേരെ അതിനുള്ളിൽ കണ്ടു എന്ന് അവർ തന്നെ വ്യക്തമാക്കുന്നുണ്ട്. പക്ഷേ കാര്യമായി തന്നെ പൊള്ളലേറ്റിരുന്നു. അതുകൊണ്ട് മുഖം കൃത്യമായില്ല, വ്യക്തമായില്ല എന്ന് അവർ തന്നെ പറയുന്നുണ്ട്. അതിനുശേഷം ഫയർഫോഴ്സ് എത്തി ബാക്കി തീ കൂടി കെടുത്തിയതിനു ശേഷമാണ് ഇവർ 2 പേരെയും ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുള്ളത്. അങ്ങേയറ്റം ദാരുണമായ സംഭവമാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തിരുവനന്തപുരം നഗരത്തിൽ നിന്ന് വളരെ അടുത്ത പ്രദേശമാണ് ഈ പാപ്പനംകോട്. അവിടെ ഈ പട്ടാപ്പകൽ ഈ ഒത്തുനടക്കുന്നത് പ്രധാനപ്പെട്ട റോഡിന് ഇടതുവശത്ത് ആണ് ഈ അപകടം ഉണ്ടാകുന്നത്. ന്യൂ ഇന്ത്യ ഇൻഷുറൻസ് ഓഫീസിന്റെ പോർട്ടൽ ഓഫീസാണ്. അവിടെ ഒരു ജീവനക്കാരി ഉണ്ടായിരുന്നു. അത്
34-35 വയസ്സുള്ള ജീവനക്കാരി എന്നാണ് ലഭിക്കുന്ന വിവരം. അത് അവരുടെ പേരും മറ്റുമൊക്കെ സ്ഥിരീകരിക്കേണ്ടതുണ്ട്. കൂടെ ഉണ്ടായിരുന്ന ആൾ പുരുഷനാണോ സ്ത്രീയാണോ എന്നുള്ള കാര്യമാണ് സ്ഥിരീകരിക്കേണ്ടത്. ചില നാട്ടുകാർ ഒരു സ്കൂട്ടർ കൊണ്ടുവച്ച് ഒരു യുവതി കയറി പോകുന്നത് കണ്ടു എന്ന് പറയുന്ന നാട്ടുകാരുമുണ്ട്. അത്തരത്തിൽ വ്യത്യസ്ത മൊഴികൾ നാട്ടുകാരുടെ ഭാഗത്തു നിന്നുണ്ട്. അതെന്താണെങ്കിലും ക്രോസ് ചെക്ക് ചെയ്ത് പരിശോധിക്കേണ്ടതുണ്ട്. എന്താണെങ്കിലും പോലീസ് അതിലൊരു ദുരൂഹത സംശയിക്കുന്നു, ഒരു അസ്വാഭാവികത സംശയിക്കുന്നുണ്ട്. ആ തരത്തിൽ അന്വേഷണം കൂടി പുരോഗമിക്കും. ഈ തീപിടുത്തത്തിന്റെ കാരണം ഇപ്പോൾ അന്വേഷിക്കുന്നുണ്ട്. അത് KSEBയും ഒപ്പം ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരടക്കം അന്വേഷിക്കുകയും ചെയ്യുന്നുണ്ട്. കീർത്തന, ലെക്സ് മരിച്ചവരിൽ ഒരാൾ അവിടുത്തെ ജീവനക്കാരിയാണ്. മറ്റു മരിച്ചത് ആരാണെന്ന് കണ്ടെത്താനായിട്ടില്ല. അത് കണ്ടെത്താനുള്ള ശ്രമമാണ് നടക്കുന്നത്. CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചും മറ്റും എന്തെങ്കിലും സാധ്യത പോലീസ് തേടുന്നുണ്ടോ? ഒപ്പം ഈ തിരിച്ചറിയാനുള്ള മൃതദേഹം, അതിനുള്ള നടപടിക്രമങ്ങൾ ഏത് രീതിയിലാണ് പുരോഗമിക്കുന്നത്? എല്ലാ സാധ്യതയും തേടുന്നുണ്ട് കീർത്തന. ഈ പ്രദേശത്ത് ഒരുപാട് കടകളുള്ള ഒരു പ്രദേശമാണ്. തൊട്ട് താഴെ, അതായത് ഈ ന്യൂ ഇന്ത്യ ഇൻഷുറൻസിന്റെ ക്യാബിനുള്ള സ്ഥലത്ത് തന്നെ ഏതാണ്ട് 3 കടകൾ കൂടി, ഈ ന്യൂ ഇന്ത്യ ഇൻഷുറൻസിന്റെ ക്യാബിൻ കൂട്ടി 4 കടമുറികൾ അങ്ങനെ തന്നെയുണ്ട്. ചെറിയ കടമുറികളാണ്. ഒരു വെന്റിലേഷൻ പോലും നമ്മൾ എവിടെയും കാണുന്നില്ല. ആ കടയ്ക്കുള്ളിൽ പോലും ഒരു വെന്റിലേഷൻ കാണുന്നില്ല. അത്തരത്തിൽ തുറക്കാനുള്ള അല്ലെങ്കിൽ അങ്ങനെ വായു പോകുന്നതിനുള്ള ഒരു വെന്റിലേഷൻ പോലും എവിടെയും കാണുന്നില്ല. അത്തരത്തിൽ ഇടുങ്ങിയ വളരെ ചെറുതായ ക്യാബിനുകളാണ്. 4 കടമുറികൾ അവിടെയുണ്ട്. തൊട്ടടുത്തൊക്കെ തന്നെ ഒരുപാട് കടകളും മറ്റുമൊക്കെ ഉണ്ട്. അവിടെയൊക്കെ CCTV ഉണ്ട്. ആ CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചൊരു പരിശോധന സ്വാഭാവികമായും പോലീസ് നടത്തും. കാരണം ആരാണ് ഇതിന് മുകളിലേക്ക് കയറിപ്പോകുന്നതെന്നോ പ്രാഥമിക പരിശോധന പോലീസ് നടത്തും. അത് മാത്രമല്ല, ഈ 2 മൃതദേഹങ്ങളും മെഡിക്കൽ കോളേജിലാണ്. അവിടെ ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കേണ്ടതുണ്ട്. ആ ഇൻക്വസ്റ്റ് നടപടികൾക്ക് പിന്നാലെ തന്നെ കൂടെ ഉണ്ടായിരുന്നത് പുരുഷനാണോ സ്ത്രീയാണോ മരണപ്പെട്ടത് എന്നുള്ള കാര്യത്തിൽ ഒരു സ്ഥിരീകരണം അത് ഡോക്ടർമാരുടെ ഭാഗത്തു നിന്ന് തന്നെ ഉണ്ടാകും, മെഡിക്കൽ കോളേജിന്റെ ഭാഗത്തു നിന്ന് തന്നെ ഉണ്ടാകും. അതിനുശേഷമായിരിക്കും അതാരായിരുന്നു എന്നുള്ളതിന്റെ തുമ്പ് നീളുന്നത് ഈ CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചുള്ള പരിശോധനയിലായിരിക്കും. അവർ വന്ന വാഹനം, അത് സ്ത്രീയാണെങ്കിലോ പുരുഷനാണെങ്കിലോ വന്ന വാഹനം ഏതാണ്, അത് കേന്ദ്രീകരിച്ചൊക്കെയുള്ള പരിശോധനയിൽ അത് ആരാണെന്ന് എന്താണെങ്കിലും വ്യക്തമാകും. അങ്ങനെ ഒരു ദുരൂഹത സംശയിക്കുന്നുണ്ട്. എന്താണെങ്കിലും ആ വഴിയിലൂടെയും പോലീസ് സഞ്ചരിക്കുന്നുണ്ടെന്നുള്ളതാണ്. നിയമ പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസെടുത്തിട്ടുണ്ട്. 2 മന്ത്രിമാർ ഇവിടെയുണ്ട്. അവർ ഈ ഉദ്യോഗസ്ഥരോടും അതുപോലെ നാട്ടുകാരോടും ഒക്കെ മന്ത്രിമാരും സംസാരിക്കുന്നുണ്ട്. ഒപ്പം ഈ ഉദ്യോഗസ്ഥർ, അത് പോലീസ് ഉദ്യോഗസ്ഥരാകട്ടെ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരാകട്ടെ, അവരും വിവിധ ഇടങ്ങളിൽ നിന്നുള്ള മൊഴി അവരും എടുക്കുന്നുണ്ട്. ഇതിൽ ദുരൂഹത നീക്കേണ്ടതുണ്ട്. വിശദമായ അന്വേഷണത്തിന് മന്ത്രി അടക്കമുള്ളവർ ഉത്തരവിടുകയും ചെയ്തിട്ടുണ്ട്. എന്താണെങ്കിലും എല്ലാ സാധ്യതയും തേടിയുള്ള പരിശോധന, അത് CCTV കേന്ദ്രീകരിച്ചുള്ള പരിശോധന, മറ്റ് മൊഴികൾ കേന്ദ്രീകരിച്ചുള്ള പരിശോധനയൊക്കെ നടക്കും. നേരത്തെ സൂചിപ്പിച്ചതുപോലെ 1:30 മണിയോടുകൂടിയാണ് വലിയൊരു ബ്ലാസ്റ്റിന്റെ ശബ്ദം, വലിയൊരു പൊട്ടിത്തെറിയോടുകൂടി തീപിടുത്തം ഉണ്ടാകുന്ന നാട്ടുകാരുടെ ശ്രദ്ധയിൽപ്പെടുന്നത്. ഈ ഗ്ലാസ് ചേംബർ പോലെ തോന്നിക്കുന്ന ആ ക്യാബിൻ അത് പൊട്ടിത്തെറിക്കുകയായിരുന്നു. ആ ഗ്ലാസ് ചിതറിത്തെറിച്ച് കിടക്കുന്നത് ഈ തറയിൽ നമുക്ക് കാണാം. അവിടെ നിന്ന് തീയും പുകയും കാര്യമായി തന്നെ ഉയരുന്നുണ്ടായിരുന്നു. അപ്പോൾ തന്നെ അകത്തേക്ക് കയറിയ നാട്ടുകാർ രക്ഷാപ്രവർത്തനം ആരംഭിച്ചെങ്കിലും ഈ 2 ജീവനുകളെ രക്ഷിക്കാനായില്ല. അവർ ആ തരത്തിൽ തന്നെ പൊള്ളിക്കരിഞ്ഞ നിലയിലായിരുന്നു എന്നുള്ളതാണ് നാട്ടുകാർ പറയുന്നത്. അതിനുശേഷം വെള്ളമൊക്കെ ഒഴിച്ചതിന് ശേഷം ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ കൂടി എത്തി ഈ തീ കെടുത്തിയതിനു ശേഷമാണ് ഇവരെ ആശുപത്രിയിലേക്ക് മാറ്റിയത്. അപ്പോഴേക്കും ജീവൻ നഷ്ടപ്പെട്ടിരുന്നു എന്നുള്ളതാണ് ലഭിക്കുന്ന വിവരം. അതിലെല്ലാ സാധ്യതകളും തേടിയുള്ള പരിശോധന നടക്കുന്നു. നേരത്തെ സൂചിപ്പിച്ചതുപോലെ AC ആകാമെങ്കിൽ സാങ്കേതികമായ അത്തരത്തിലുള്ള പരിശോധന നടക്കുന്നുണ്ട്. അതല്ല, ഒരു ദുരൂഹത, ഒരു അസ്വാഭാവികത അതിലുണ്ടെങ്കിൽ ആ തരത്തിൽ കേന്ദ്രീകരിച്ചുള്ള പരിശോധനയും പോലീസിന്റെ ഭാഗത്തു നിന്ന് പുരോഗമിക്കുന്നുണ്ട്. കീർത്തന, ശരി. തിരുവനന്തപുരം പാപ്പനംകോടാണ് ന്യൂ ഇന്ത്യ ഇൻഷുറൻസ് കമ്പനിയിൽ തീപിടുത്തമുണ്ടായത്. 2 പേർ മരിച്ചു. ഒരാളെ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ഓഫീസിലെ ജീവനക്കാരിയാണ്. രണ്ടാമത്തെ ആളെ തിരിച്ചറിഞ്ഞിട്ടുള്ള. ഇന്ന് രാവിലെ അവിടെ ഒരാൾ വന്ന് ബഹളം ഉണ്ടാക്കി എന്നുള്ള സ്ഥിരീകരിക്കാത്ത വിവരവും ലഭിക്കുന്നുണ്ട്. എന്തായാലും അന്വേഷണം പുരോഗമിക്കുകയാണ്. അലക്സ്ട്ര മുഹമ്മദാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.